നമസ്കാരം. മിഡീസ് ടവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഖത്തർ അമീറുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ശക്തമായ ഉഭയകക്ഷി ബന്ധം ഇരു രാജ്യങ്ങളും തുടരുമെന്ന് ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഖത്തറിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ശക്തമായ പിന്തുണ നൽകുമെന്നും യു എസ് അറിയിച്ചു. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ വൈകാതെ പുതിയ പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കും. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, മാർക്കോ റൂബിയോ ഖത്തറിലാണ്. ഇനി എന്തൊക്കെ ചർച്ചകൾ നടക്കാനിരിക്കുന്നു? ഇരു രാജ്യങ്ങളുടെയും പുതിയ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദോഹയിലെത്തിയത്. അദ്ദേഹം ഖത്തർ അമീറുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും സംസാരിച്ചു. രണ്ടുപേരുമായും ഒരുമിച്ചായിരുന്നു സംസാരം. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും 4 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം. മറ്റൊന്ന്, ഗസയിലെ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമത്തേത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തമാണ്. നാലാമത്തേത് കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന്റെ ആഘാതത്തെക്കുറിച്ചാണ്. ഇങ്ങനെ 4 വിഷയങ്ങളാണ് മാർക്കോ റൂബിയോ ഖത്തർ അധികൃതരുമായി, ഖത്തർ ഭരണകൂടവുമായി സംസാരിച്ചത്. ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്തതിനൊപ്പം ഖത്തറിനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ മാർക്കോ റൂബിയോ നൽകുകയുണ്ടായി. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് ഇത് എന്നും വരും നാളുകളിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നും യു എസ് ഉറപ്പു നൽകിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ ഖത്തറിന് സമ്പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് മാർക്കോ റൂബിയോയുടെ സന്ദർശനവും ഈ രാജ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടിയുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും. രണ്ടാമത്, ഗസ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. ഗസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്കറിയാം. ഒരു തരത്തിൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഒരു തരത്തിൽ സ്തംഭനാവസ്ഥയിലേക്ക് പോയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി വ്യക്തമായി അവരുടെ കമ്മ്യൂണിക്കയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. യു എസുമായി ചേർന്നാണ്, ഈജിപ്തുമായും യു എസുമായും ചേർന്നാണ് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആക്രമണം പോലും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മുന്നോട്ട് പോയിരുന്നു ഇരു രാഷ്ട്രങ്ങളും. ഹമാസും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള കരാറിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർക്കോ റൂബിയോ നടത്തുകയുണ്ടായി. പിന്നീട് വളരെ സുപ്രധാനമായ കാര്യം പ്രതിരോധ പങ്കാളിത്തവുമായാണ്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുകൂടി നവീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് മാർക്കോ റൂബിയോ പറഞ്ഞത് തങ്ങൾ ഖത്തറുമായുള്ള ഒരു പ്രതിരോധ കരാറിന്റെ വക്കിലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന. പിന്നീട് വ്യോമാക്രമണത്തിന്റെ ആഘാതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. നമുക്ക് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി പറഞ്ഞത് പ്രകാരം വ്യോമാക്രമണം വഴി റഡാറിൽ കണ്ടെത്താത്ത വിമാനം വഴിയാണ് ഇവിടെ ആക്രമണം നടന്നിരുന്നത്. അതിന്റെ ആഘാതത്തെക്കുറിച്ചുകൂടി ചർച്ചകൾ നടന്നു. മാർക്കോ റൂബിയോ ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ധന്യ. യെസ്, ഒപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരമാധികാരത്തിന് മേലേറ്റിരിക്കുന്ന ആക്രമണം, അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇനി ഇത് ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ട്. നെതന്യാഹുവിന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനി എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ച. ഇനിയിപ്പം ഗസയുടെ കാര്യമാണെങ്കിലും ആ മധ്യസ്ഥ ചർച്ചകൾ ഖത്തറിൽ നടക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും ഹമാസ് പ്രതിനിധികളെത്തും, വീണ്ടും ഒരാക്രമണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ വിഷയത്തിൽ എന്തുറപ്പാണ് യു എസ് നൽകുന്നത്? യു എസ് അക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഖത്തർ ഭരണകൂടത്തിന് കൊടുത്തത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കയിൽ, അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ അത് പറയുന്നില്ല. വൈറ്റ് ഹൗസ് ആണ് അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറക്കിയത്. എന്നാൽ ഇന്നലെ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി കൃത്യമായി അഡ്രസ്സ് ചെയ്തത് ഈ ഗസയിലെ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ടാണ്. ഗസ വിഷയമാണ്. ഈ ഡ്രാഫ്റ്റ് കമ്മ്യൂണിക്കയിൽ 25 പോയിന്റുകളാണുള്ളത്. ഈ 25 പോയിന്റുകളിൽ 7 പോയിന്റ് മാത്രമാണ് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനുശേഷം മുഴുവൻ സംസാരിക്കുന്ന ഗസ വിഷയത്തെക്കുറിച്ചാണ്.
ഫലസ്തീന്റെ സ്വാതന്ത്ര്യമാണ് പരമപ്രധാനം. അതില്ലാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാകില്ല. 1967 UN ചാർട്ടർ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രൂപവൽക്കരിക്കപ്പെടണം എന്ന് കൃത്യമായി ഉറച്ച നിലപാടെടുത്തു ഇന്നലെ അറബ് ലീഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അറബ് ലീഗും അതുപോലെ GCCയും അതുപോലെ ഖത്തറും ഒന്നിച്ച് സംയുക്തമായി വിളിച്ചു ചേർത്ത അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി. സുപ്രധാനമായ കാര്യം ഇത് ഈ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കകമാണ് ആ ഉച്ചകോടി ചേർന്നത്. ആ ഉച്ചകോടി ഖത്തറിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ഇനി ഈ തരത്തിലുള്ള ഒരു ആക്രമണത്തെ മുസ്ലിം രാജ്യങ്ങൾ ഒരു തരത്തിലും പൊറുപ്പിക്കില്ല, ഞങ്ങൾ ഒന്നിച്ച് നേരിടും എന്ന സന്ദേശം തന്നെയാണ് നൽകിയത്. അതിന് ഇന്നലെ ഇവിടെ ചേർന്ന സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ സാന്നിധ്യം മാത്രം മതി എത്രമാത്രം പ്രധാനമായിരുന്നു ഈ ഉച്ചകോടി എന്ന് മനസ്സിലാക്കാൻ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈജിപ്ത് പ്രസിഡന്റ്, അതുപോലെ ഇറാൻ പ്രസിഡന്റ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി, സിറിയൻ പ്രസിഡന്റ്, ഇങ്ങനെ മുസ്ലിം ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കളാണ് ഇന്നലത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. വളരെ വലിയ ചർച്ച നടന്നു. ഖത്തറിന് ഒരേ സമയം സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് കൂടെ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തങ്ങൾ സന്നദ്ധരല്ല എന്നാണ് അറബ് രാഷ്ട്രം ഒന്നിച്ചു പറയുന്നത്. ധന്യ. ശരി അബ്ബാസ്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ GCC രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്കായി സംയുക്ത പ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ ആലോചന. ഇതുമായി ബന്ധപ്പെട്ട് GCC സുപ്രീം കൗൺസിൽ യോഗം ചേർന്നു. ഇന്നലെ ചേർന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇത് സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ശേഷം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുടെ അധ്യക്ഷതയിലാണ് GCC സുപ്രീം കൗൺസിൽ സമ്മേളിച്ചത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ സംയുക്ത പ്രതിരോധ കൗൺസിലിന് സുപ്രീം കൗൺസിൽ നിർദ്ദേശം നൽകി. ഇതിനു മുന്നോടിയായി ഉന്നത സൈനിക സമിതിയുടെ കൂടിയാലോചനകൾ നടക്കും. യോജിച്ചുള്ള പ്രതിരോധ സംവിധാനം നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംയുക്ത സൈനിക കമാൻഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിയാദ് ആസ്ഥാനമായാണ് സംയുക്ത സൈനിക കമാൻഡ് പ്രവർത്തിക്കുന്നത്. 2013 ഡിസംബറിൽ നടന്ന ഉച്ചകോടിയിലാണ് GCCയിലെ 6 രാഷ്ട്രങ്ങളും ചേർന്ന് സംയുക്ത സൈനിക കമാൻഡിന് രൂപം നൽകിയിരുന്നത്. കമാൻഡിനു കീഴിലാണ് സംയുക്ത പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുക. പുതിയ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭ്യമല്ല. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും GCC യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഖത്തർ അമീറിന് പുറമെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ്, UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ്, ബഹ്റൈൻ രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ്, ഒമാൻ ഉപപ്രധാനമന്ത്രി ഷിഹാബ് ബിൻ താരിഖ്, GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. സൗദിയിലേക്കുള്ള സിംഗിൾ എൻട്രി സന്ദർശക വിസകൾ പ്രവാസികൾക്ക് പുതുക്കി ലഭിച്ചു തുടങ്ങി. 3 മാസം രാജ്യത്ത് പൂർത്തിയാക്കിയവർക്കാണ് 3 മാസത്തേക്ക് കൂടി കാലാവധി ദീർഘിപ്പിച്ച് നൽകിയത്. വിസയിൽ പരമാവധി 9 മാസം വരെയാണ് തുടരാനാകുക. പ്രവാസികളുടെ ആശങ്കകൾക്ക് വിരാമമിട്ടാണ് ഇന്ന് മുതൽ സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾ റിന്യൂ ചെയ്ത് ലഭിച്ചത്. 3 മാസം പൂർത്തിയാക്കിയവർക്ക് 3 മാസം കൂടി സൗദിയിൽ തങ്ങാം. ഇതുപോലെ സിംഗിൾ എൻട്രി വിസകളിൽ 9 മാസം വരെ റിന്യൂ ചെയ്തുകൊണ്ട് തുടരാനായേക്കും. ഹജ്ജിന്റെ സമയമാകുമ്പോൾ റിന്യൂവൽ സാധ്യമാകാനിടയില്ല. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നുമില്ലെങ്കിലും സൗദിയിലെ വിസ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം ഇതാണ്. മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ ഉള്ളവർക്കും റിന്യൂവൽ തീരും വരെ സൗദിയിൽ തുടരാനാകും. സൗദിയിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി സന്ദർശക വിസയിൽ നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജോലിക്കുൾപ്പെടെ വിസ ദുരുപയോഗം ചെയ്തതാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. മക്കയിൽ നിന്നുൾപ്പെടെ പിടിയിലായവരിൽ ഉംറ വിസകളിലും സന്ദർശക വിസകളിലും ജോലി ചെയ്തവരുണ്ടായിരുന്നു. ഇതോടെ ഇന്ത്യ അടക്കം 14 രാജ്യക്കാർക്ക് നിലവിൽ സിംഗിൾ എൻട്രി വിസകളാണ് ലഭിക്കുന്നത്. അതത് രാജ്യങ്ങളിലെ സൗദി കോൺസുലേറ്റോ എംബസിയോ ആണ് വിസ സിംഗിൾ ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. 1 വർഷം ലഭിച്ചിരുന്ന ബിസിനസ് വിസകൾക്കും നിലവിൽ ഈ 14 രാജ്യക്കാർക്കും നിയന്ത്രണം തുടരുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിൽ മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങൾക്ക് സഹായം നൽകുന്നവർക്ക് 1000 റിയാൽ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്നതിനോ സഹായിക്കുന്നതിനോ എതിരെ ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഒമാനിൽ മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങൾക്ക് സഹായം നൽകുകയോ മറച്ചുവെക്കുകയോ ചെയ്യുന്നവർക്ക് 6 മാസം മുതൽ 3 വർഷം വരെ തടവും 300 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴയുമാണ് ലഭിക്കുക.
തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ തടഞ്ഞുവെക്കുക, കുറ്റവാളികളെ പാർപ്പിക്കുകയോ രക്ഷപ്പെടാൻ അവരെ സഹായിക്കുകയോ ചെയ്യുക, നിർബന്ധിതമായി ജോലി ചെയ്യിപ്പിക്കൽ, തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കൽ, മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങളുടെ വരുമാനം കൈവശം വെക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നവരും ശിക്ഷയുടെ പരിധിയിൽ വരും. തെളിവുകൾ മറച്ചുവെക്കുന്നതിന് സംഭാവന നൽകുന്നവർക്കും ഈ ശിക്ഷകൾ ബാധകമാണ്. മനുഷ്യക്കടത്ത് ചെറുക്കുന്നതിനുള്ള അമാൻ ക്യാമ്പയിൻ ഒമാനിൽ നടന്നുവരികയാണ്. മനുഷ്യക്കടത്ത് സംബന്ധിച്ച് പൊതുജനാവബോധം വളർത്തുക, തൊഴിലാളികളെയും തൊഴിലുടമകളെയും അവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. മീഡിയ 1, മസ്കത്ത്. അനധികൃത ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുത്ത സൗദി. 20,000 റിയാൽ വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലും ഉൾപ്പെടെ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് ഇക്കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. പെർമിറ്റില്ലാതെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് ടാക്സി ഓടുന്നവർക്കെതിരെയാണ് കർശന നടപടി. അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് നിരോധിച്ചതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വ്യക്തമാക്കി. യാത്രക്കാരെ നിർബന്ധിച്ച് വാഹനങ്ങളിൽ കയറാൻ പ്രേരിപ്പിക്കുക, പിന്തുടരുക, യാത്രക്കാരുള്ള പ്രദേശങ്ങളിൽ ഒത്തുകൂടുക എന്നിവയും നിരോധിച്ചിട്ടുണ്ട്. ലംഘനം നടത്തി പിടിക്കപ്പെട്ടാൽ 11,000 റിയാൽ വരെയാണ് പിഴ. 25 ദിവസം വരെ വാഹനം പിടിച്ചുവെക്കുകയും ചെയ്യും. ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുന്നവർക്ക് 20,000 റിയാൽ വരെയാണ് പിഴ. 60 ദിവസം വരെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. കടുത്ത ശിക്ഷയായി വാഹനം പൊതുലേലത്തിൽ വിൽക്കാനും സൗദി പൗരന്മാരല്ലാത്തവരെ നാടുകടത്തുന്നതിനും വ്യവസ്ഥയുണ്ട്. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സേവന നിലവാരം ഉറപ്പുവരുത്തുന്നതിനുമാണ് നടപടി. ടാക്സി ഡ്രൈവർമാരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും പുതിയ പരിഷ്കാരങ്ങൾക്ക് സാധിക്കും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്താകെ 17 കോടി പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും. 9 കോടി ജോലികൾ ഇതോടെ മാറ്റപ്പെടുകയും ചെയ്യും. എയുടെ ആരംഭഘട്ടത്തിൽ തന്നെ സൗദി സ്വീകരിച്ച വേഗത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വേൾഡ് ഇക്കണോമി ഫോറം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഈ രംഗത്തെ പ്രമുഖർ നേട്ടത്തിൽ സൗദിയെ പ്രകീർത്തിച്ചു. AI വേൾഡ് മാർക്കറ്റിൽ വലിയ രീതിയിൽ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ലോകത്താകെ 17 കോടിയിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം അഥവാ IFS CEO മാർക്ക് മോഫറ്റിന്റേതാണ് വിലയിരുത്തൽ. വേൾഡ് ഇക്കണോമിക് ഫോറം റിപ്പോർട്ടിലായിരുന്നു പരാമർശം. AI ആരംഭഘട്ടത്തിൽ തന്നെ സൗദി സ്വീകരിച്ച വേഗതയെയും അദ്ദേഹം അഭിനന്ദിച്ചു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലായിരുന്നു അഭിനന്ദനം. 9 കോടിയിലധികം ജോലികൾ AI മാറ്റിസ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഴുവൻ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഒരുക്കാനായി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത്. ഇതിനായി നിരവധി ഉച്ചകോടികളും സമ്മേളനങ്ങളും രാജ്യത്താകെ നടപ്പാക്കുന്നുണ്ട്. റോബോട്ടിക്സ്, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ഗതാഗതം, ഡിജിറ്റൽ മാലിന്യ സംസ്കരണം, സുരക്ഷാ സംവിധാനങ്ങൾ, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ AI കമ്പനി, അറബി ഭാഷയിലുള്ള AI ഗവേഷണ പദ്ധതികൾ തുടങ്ങിയവ രാജ്യത്തിന്റെ AI വികസനത്തിന്റെ ഉദാഹരണങ്ങളാണ്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഡിസ്കൗണ്ട് വിൽപ്പന ആരംഭിച്ചു. ഇന്നു മുതൽ സെപ്റ്റംബർ 30 വരെയാണ് സ്ഥാപനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകാനാവുക. രാജ്യത്ത് പ്രത്യേക ലൈസൻസ് നേടാതെ വില കുറച്ച് വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഈ മാസം 23-നാണ് സൗദിയുടെ 95ാമത് ദേശീയ ദിനം. വാണിജ്യ മന്ത്രാലയം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഓഫറുകൾ നൽകാൻ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകാറുണ്ട്. ഇന്നു മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഓഫറുകൾ നൽകാനുള്ള സമയപരിധി. ഓൺലൈൻ വഴി ലൈസൻസ് അനുവദിച്ച സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഓഫർ നൽകാനാവുക. വാണിജ്യ സ്ഥാപനങ്ങളിലും ഇ സ്റ്റോറുകളിലും ദേശീയ ദിന ഓഫറുകൾ നൽകാനായി ലൈസൻസ് നിർബന്ധമാണ്. ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയം നടപടിയെടുക്കും. വിലക്കിഴിവ് നൽകുന്ന സ്ഥാപനങ്ങളുടെ പ്രൈസ് ടാഗിൽ മുഴുവൻ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഓഫറുകൾ നൽകുന്നത് ശിക്ഷാർഹമാണ്. ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രത്യേക ഓഫർ നൽകിക്കഴിഞ്ഞു. സൗദി എയർലൈൻസ് ഉൾപ്പെടെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും വരും ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിക്കും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ കുവൈറ്റിലെ റോഡുകളിൽ വൻ ഗതാഗത തിരക്കാണ്. ഗതാഗത നിയന്ത്രണത്തിന് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും ആഭ്യന്തര മന്ത്രാലയം നേരത്തെ പ്രത്യേക നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. സ്കൂൾ പരിസരങ്ങളിലും പ്രധാന റോഡുകളിലുമുള്ള വാഹനത്തിരക്ക് പരിശോധിച്ച മേജർ ജനറൽ അലി അൽ അദ്വാനി കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഹൈവേകൾ, കവലകൾ, സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു.
ഗതാഗത നിരീക്ഷണം ശക്തമാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമാണ് ഈ നടപടി. സ്കൂളിന് മുന്നിലെ ക്രമരഹിത പാർക്കിംഗ് തടയാൻ പ്രത്യേക പരിഹാര നടപടികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനും വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് അൽ അദ്വാനി വ്യക്തമാക്കി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിത ഗതാഗതത്തിന് സഹകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥി സുരക്ഷയെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നും അധ്യയന വർഷം മുഴുവൻ ഗതാഗത നിരീക്ഷണം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിലെ ഗതാഗത പ്രശ്നത്തിന് പൊതുഗതാഗത സംവിധാനമാണ് പ്രധാന പരിഹാരമെന്ന് വിദഗ്ധർ. കുവൈത്ത് സൊസൈറ്റി ഫോർ ട്രാഫിക് സേഫ്റ്റി അംഗം ഡോക്ടർ ജമാൽ അൽ മുതവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബസ്, മെട്രോ, ട്രെയിൻ എന്നിവ ഉൾപ്പെടുന്ന കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനം ഗതാഗതക്കുരുക്ക് 50% വരെ കുറയ്ക്കുമെന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ തെളിയിക്കുന്നുവെന്ന് ഡോക്ടർ അൽ മുതുവ പറഞ്ഞു. ഗതാഗത അപകടങ്ങളുടെ കാരണങ്ങൾ തിരിച്ചറിയാൻ സമഗ്ര ഡാറ്റാബേസ് അനിവാര്യമാണ്. പാലങ്ങൾ, തുരങ്കങ്ങൾ, റോഡ് വികസനം റോഡിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ വിശ്വസനീയവും കുറഞ്ഞ ചെലവിലുമുള്ള സേവനങ്ങൾ ഒരുക്കണമെന്നും ഒരാൾ ഒന്നിൽ കൂടുതൽ കാർ സ്വന്തമാക്കുന്നത് നിയന്ത്രിക്കാൻ ഇന്ധനവിലയും ഇൻഷുറൻസ് ഫീസും പരിഗണിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഗതാഗതക്കുരുക്ക് സാമൂഹികമായും സാമ്പത്തികമായും ആരോഗ്യപരമായും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും നഗരാസൂത്രണം, സമതുലിത സേവന വിതരണം, മതിയായ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഗതാഗത പരിഹാരത്തിന്റെ ഭാഗമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് റെയിൽവേയുടെ കുവൈത്ത് ഭാഗം വേഗത്തിലുള്ള ചരക്ക് ഗതാഗതത്തിനും രാജ്യത്തെ പ്രാദേശിക സാമ്പത്തിക കേന്ദ്രമാക്കുന്നതിനും സഹായകരമാകുമെന്നും ഡോക്ടർ ജമാൽ അൽ മുതുവ വ്യക്തമാക്കി. മീഡിയ 1 കുവൈത്ത് സിറ്റി. കുവൈത്തിലെ ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തി. പ്രവാസികളുടെ എണ്ണത്തിലാണ് 1.56% കുറവ് രേഖപ്പെടുത്തിയത്. എന്നാൽ കുവൈത്തി പൗരന്മാരുടെ എണ്ണത്തിൽ 1.35% വർധനയുണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം കുവൈത്തി പൗരന്മാരുടെ എണ്ണം 15,66,268 ജനകീയമായി കുവൈത്തിലെ സർക്കാർ ഏകീകൃത സേവന ആപ്പായ സഹൽ 2021 സെപ്റ്റംബറിൽ ആരംഭിച്ചതിനു ശേഷം 2.9 ദശലക്ഷം ഉപയോക്താക്കൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ 111 ദശലക്ഷം ഇലക്ട്രോണിക് ഇടപാടുകൾ പൂർത്തിയാക്കിയതായി സഹൽ വക്താവ് യൂസഫ് കാസിം അറിയിച്ചു. ഈ വർഷം മാത്രം 32 ദശലക്ഷത്തിലധികം ഇടപാടുകളാണ് സഹൽ വഴി നടന്നത്. ദുബായ് ഐലൻഡിലെ റംബ്രാം പ്രദേശത്തെ താമസ കെട്ടിടത്തിൽ പാമ്പിനെ കണ്ടതിന് പിന്നാലെ നടപടിയുമായി ദുബായ് മുനിസിപ്പാലിറ്റി. പാമ്പ് കെട്ടിടത്തിൽ കയറുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പാമ്പിനെ പിടികൂടിയെന്നും പാമ്പുകളെ തടയാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചുവെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ VIP പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ഇതിലൂടെ 30,000 ദിർഹം വരെ സമ്മാനം നേടാൻ അവസരമുണ്ട്. സെപ്റ്റംബർ 20 മുതൽ പ്രീ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൊക്കലാരീന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാം. മികച്ച പാർക്കിംഗ്, VIP ടിക്കറ്റുകൾ ഉൾപ്പെടെ പ്രീമിയം സൗകര്യങ്ങളാണ് പാക്കേജിന്റെ പ്രത്യേകത. ഒക്ടോബർ 15 മുതലാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി നടത്തുന്ന ഇടപെടൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് കർണാടക ചീഫ് വിപ്പ് സലീം അഹമ്മദ് ദുബൈയിൽ പറഞ്ഞു. മതമാറ്റവുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP നടത്തുന്ന പ്രചാരണത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. It was unwarranted by the BJP government. They had a lot of other work to do. Whatever promise they had done, they have never fulfilled the promise. And he should seek to develop how the country, and just not go behind the minorities, so to divide. See, this Waqf Act, what they have done was unwarranted. Forcefully they have done it, but today the Supreme Court has made some observation that shows that everything is not in the government, good in the government of the BJP. So trying to divide the society and also trouble minorities. മതം മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP നടത്തുന്ന പ്രചാരണം ജനങ്ങൾ തള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. And the BJP is not tolerating all these things. And regarding a lot of issues for minorities like Parda, all these things, hijab, halal, all these things they created. And our government is there to see that all sections of society get the justice. And our government under Siddharamayya's leadership, the Chief Minister, Deputy Chief Minister K. Shivakumar, we are having a very good government in Karnataka. That's why people elected our 3 by-elections. Congress, they gave Congress a boost. We won all 3 by-elections. And we are having very good government and governance in Karnataka. And definitely, what all wrong things the BJP has done, and definitely we will reverse it. And the hate mongers will be punished
And whoever does the wrong thing, mercilessly cases will fight against them. And Congress, this government will not compromise on secularism. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ എല്ലാ രംഗങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തി ആർജിക്കുകയാണെന്ന് സലീം അഹമ്മദ് പറഞ്ഞു. കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതിന് നൽകുന്ന പിന്തുണയും മികച്ചതാണ്. And I would like to tell that Mr. Venugopal, who's been in charge of the organization, AICC General Secretary organization, is doing extremely well. And he has been working along with Mr. Rahul Gandhi ji and Mr. Mallikarjun Kharge ji to strengthen the organization throughout the country. ദുബൈയിൽ റീറ്റെയിൽ ശൃംഖലയായ പാസൻസിന്റെ 72ാം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് സലീം അഹമ്മദ് ദുബൈയിലെത്തിയത്. മീഡിയ 1 ദുബായ്. പ്രവാസി മലയാളികളുടെ പങ്കാളിത്തത്തോടെ കലാ കുവൈറ്റ് സംഘടിപ്പിച്ച പ്രഥമ നാടക മത്സരം അരങ്ങേറി. ചലച്ചിത്ര നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച നാടകമായി മന്നുന്തരം തെരഞ്ഞെടുത്തു. അടയാളങ്ങൾ, ഭൂഗോളത്തിലെ അതിരുകൾ യഥാക്രമം 2ാം 3ാം സ്ഥാനങ്ങൾ നേടി. സജിത് കുമാർ മികച്ച നടനായി, ലിൻസി ബിബിൻ മികച്ച നടിയായി, ശ്രീവേദ മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ദുബൈയിൽ ഇലക്ട്രിക് ഡെലിവറി ബൈക്കുകൾക്ക് ബാറ്ററി മാറ്റിയിടാൻ ബാറ്ററി സ്വാപ്പിംഗ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു. ഇതിനായി ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ടെറാടെക് കമ്പനിയും കരാറിൽ ഒപ്പിട്ടു. ഡെലിവറി സേവനം നടത്തുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ചാർജ് തീർന്നാൽ റീചാർജിന് പകരം ഫുൾ ചാർജുള്ള ബാറ്ററി മാറ്റിവെക്കാൻ കേന്ദ്രങ്ങളിൽ സൗകര്യമുണ്ടാകും. ഇതിനായി പ്രധാന സ്ഥലങ്ങളിലെല്ലാം ബാറ്ററി സ്വാപ്പിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയുടെ തീരുമാനം. സുഹേൽ സീസന്റെ 3ാം ഘട്ടവും ശരത്കാലത്തിന്റെ ആദ്യഘട്ടവുമായ അൽ സുബ്ര സെപ്റ്റംബർ 20 മുതൽ കുവൈറ്റിൽ ആരംഭിക്കുമെന്ന് അൽ അജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. സെപ്റ്റംബർ 28ഓടെ പകലും രാത്രിയും 12 മണിക്കൂർ വീതം തുല്യമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അവസാന ദിവസങ്ങളിൽ താപനിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മണൽക്കാറ്റുകളും പൊടിപടലങ്ങളും പ്രതീക്ഷിക്കാമെന്നും അറിയിച്ചു. ദേശാടന പക്ഷികളുടെ വരവ് ഈ കാലത്ത് വർദ്ധിക്കും. സഫ്രി സീസണോടെ ശൈത്യകാലത്തിലേക്ക് രാജ്യം കടക്കും. നോർക്ക പ്രവാസി ക്ഷേമ പദ്ധതികളും പരിപാടികളും പരിചയപ്പെടുത്തി സെമിനാർ സംഘടിപ്പിച്ചു. ദമാമിലെ ലോക കേരള സഭാംഗങ്ങളുടെ കൂട്ടായ്മയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രവിശ്യയിലെ സംഘടനാ പ്രതിനിധികളും പ്രവാസികളും കുടുംബങ്ങളും പങ്കെടുത്തു. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതികളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ വിവിധ നോർക്ക പദ്ധതികളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. നോർക്ക CEO അജിത് കോലശ്ശേരി പ്രവാസി സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും നോർക്ക കെയറിനെക്കുറിച്ചും സംസാരിച്ചു. വിവിധ പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ലോക കേരള സഭാംഗം ആൽബിൻ ജോസഫും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ജോർജ് വർഗീസും സദസ്സുമായി സംവദിച്ചു. ലോക കേരള സഭാംഗങ്ങളായ ബിജു കല്ലുമല, നാസ് വക്കം, ഹനീഫ മൂവാറ്റുപുഴ, ബഷീർ വരോഡ്, സുനിൽ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. ഒമാനിൽ വാഹനാപകടങ്ങളുടെ എണ്ണത്തിൽ കുറവില്ലെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം 389 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മസ്കറ്റ് ഗറുറൈറ്റിലായിരുന്നു കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഒമാനിലുടനീളം ഗതാഗത അപകടങ്ങളിൽ കുറവുണ്ടായിട്ടും വാഹനമിടിച്ചുള്ള അപകട സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കയായി തുടരുന്നുണ്ട്. 2024 ഇത്തരത്തിലുള്ള 389 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അവയിൽ ഭൂരിഭാഗവും മസ്കത്ത് ഗവർണറിലാണ്. കഴിഞ്ഞ വർഷം സുൽത്താനിൽ ഏറ്റവും സാധാരണമായ 2ാമത്തെ റോഡ് അപകടമായിരുന്നു ഇത്തരം സംഭവങ്ങളെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തിറക്കിയ 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർബുക്ക് വ്യക്തമാക്കുന്നു. മസ്കത്തിൽ മാത്രം 96 എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മറ്റു ഗവർണറുകളിലായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 2024 ഒമാനിലുടനീളം നടന്ന 1854 റോഡ് അപകടങ്ങളിൽ 586 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 1936 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 അപേക്ഷിച്ച് അപകടങ്ങളുടെ എണ്ണം 9% കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുൻവർഷം രേഖപ്പെടുത്തിയ 595 മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. സമസ്ത ഇസ്ലാമിക് സെന്റർ സലാല ലുബാൻ പാലസ് ഹാളിൽ മീലാദ് സംഗമം സംഘടിപ്പിച്ചു. മദ്രസ സുന്നിയ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഗമം ഒരുക്കിയത്. മതകാര്യ മന്ത്രാലയത്തിലെ ഷെയ്ഖ് അൻവർ അബ്ദുള്ള സാലംബ ഉമർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി മണിമല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ ലത്തീഫ് ഫൈസി തിരുവള്ളൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സയ്യിദ് മുഹമ്മദ് അൽ ഖദീരി, KMCC പ്രസിഡന്റ് VP അബ്ദുസലാം ഹാജി, അബ്ദുള്ള അൻവറി, സലാം ഹാജി അമയൂർ, അബ്ദുൽ ഫത്താഹ് എന്നിവരും സംബന്ധിച്ചു.
വിജയമരിച്ച മദ്രസ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ കൈമാറി. മൗലിദ് പാരായണം, മദ്ഹ് ഗാനങ്ങൾ, ദഫ് പ്രദർശനം, ബുർദ ആലാപനം എന്നിവയും നടന്നു. അബ്ദുൽ ഹമീദ് ഫൈസി, മൊയ്തീൻകുട്ടി ഫൈസി, അലി ഹാജി, അബ്ദുൾ റസാഖ്, റഹ്മത്തുള്ള മാസ്റ്റർ, റയീസ് യൗപുരം, മൊയ്തു CP തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. സൗദിയിലെ ലുലു സ്റ്റോറുകളിൽ ഗൂഗിൾ പേ സൗകര്യം ആരംഭിച്ചു. ഗൂഗിൾ പേ സംവിധാനം ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ റീറ്റെയിലാണ് ലുലു. ആദ്യഘട്ടത്തിൽ 2 ബാങ്കുകളുടെ കാർഡിലാണ് ലഭിക്കുകയെങ്കിലും വരും ദിനങ്ങളിൽ സൗദിയിലെ മുഴുവൻ ബാങ്ക് കാർഡുള്ളവർക്കും സേവനം ലഭ്യമാകും. ഇന്നലെയാണ് സൗദിയിൽ ഗൂഗിൾ പേ ലഭ്യമാകുമെന്ന പ്രഖ്യാപനം വന്നത്. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഇന്ന് ലുലുവിന്റെ പ്രഖ്യാപനം. ഇതോടെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ ഷോപ്പിംഗ് സ്മാർട്ടായും വേഗത്തിലും ലളിതമായും പൂർത്തിയാക്കി ഉപഭോക്താക്കൾക്ക് മടങ്ങാം. ഗൂഗിൾ പേ സംവിധാനം ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ റീറ്റെയിലറാണ് ലുലു. ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദയിലൂടെയാണ് ഗൂഗിൾ പേ, ഗൂഗിൾ വാലറ്റ് സേവനം ലുലു സ്റ്റോറുകളിൽ സാധ്യമായിരിക്കുന്നത്. ടാപ്പ് ടു പേ വഴി ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കി മടങ്ങാൻ ഗൂഗിൾ പേ സഹായിക്കും. ഗൂഗിൾ വാലറ്റ് ആപ്ലിക്കേഷനിലൂടെ ഡെബിറ്റ്, ക്രെഡിറ്റ്, ലോയൽറ്റി കാർഡുകളടക്കം ചേർക്കാനും ഉപയോഗിക്കാനും കഴിയും. അൽ റാജിഹി, റിയാദ് ബാങ്ക് ഇടപാടുകാർക്കാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭിക്കുക. മറ്റു ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് സൗകര്യം ഉടൻ ലഭ്യമാക്കുമെന്ന് ലുലു അറിയിച്ചു. മീഡിയ 1 റിയാദ്. പൈലറ്റുമാർക്ക് പരിശീലനം നൽകാൻ എമിറേറ്റ്സ് എയർലൈൻസ് ദുബൈയിൽ പുതിയ കേന്ദ്രം തുറന്നു. 50 കോടി ദിർഹം ചെലവിലാണ് പുതിയ ഫ്ലൈറ്റ് ട്രെയിനിംഗ് സെന്റർ നിർമ്മിച്ചത്. എമിറേറ്റ്സിലെ നിലവിലെ വൈമാനികർക്കും പുതിയ പൈലറ്റുമാർക്കും ഇവിടെ ട്രെയിനിങ്ങിന് സൗകര്യം നൽകും. മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നോർക്ക പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മുനീർ പേരാമ്പ്ര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രദീപ്, നുബിൻ അൻസാരി, അനീസ് ബാബു, ലത്തീഫ് മരക്കാട്ട്, ശ്രീജിഷ് വടകര എന്നിവർ സംസാരിച്ചു. സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി സെയിൽസ് ടീം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സനിൽ കാണിപ്പയ്യൂർ അധ്യക്ഷത വഹിച്ച ക്യാമ്പ് ICRF ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 350ഓളം അംഗങ്ങൾ പങ്കെടുത്തു. സൗദിയിലെ ഹായിൽ ICFന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. തിരുവസന്തം 1500 എന്ന പ്രമേയത്തിലായിരുന്നു ചടങ്ങ്. ബഷീർ സാദി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഹമീദ് സഖാഫി കാടാച്ചിറയായിരുന്നു ഉദ്ഘാടകൻ. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, വിജ്ഞാന പരീക്ഷ, വിമാന ടിക്കറ്റ് കൈമാറൽ, അവാർഡ് വിതരണം തുടങ്ങിയവ നടന്നു. അഫ്സൽ കായംകുളം, ഫാറൂഖ് കൊടുവള്ളി, ബഷീർ മാള തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വർഷങ്ങളുടെ സേവനത്തിന് ശേഷം ദുബൈയിലേക്ക് നിന്ന് നാട്ടിലേക്ക് പോകുന്ന മാധ്യമപ്രവർത്തകൻ RP കൃഷ്ണപ്രസാദിന് UAEയിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. കേരള പത്രപ്രവർത്തക യൂണിയൻ, ഇന്ത്യൻ മീഡിയ ഫോറം, ക്യാമറ പേഴ്സൺസ് കൂട്ടായ്മ എന്നിവയുടെ ഉപഹാരം ഭാരവാഹികൾ കൈമാറി. മിന്റു P ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ T ജമാൽ, വനിത വിനോദ്, മനാഫ്, റോയൽ റാഫേൽ, യാസിർ അറഫാത്ത്, പ്രമദ് B കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറിയൻ ഓർത്തഡോക്സ് സഭ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് കുവൈറ്റിൽ സ്വീകരണം നൽകി. കുവൈറ്റ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. സിറിയൻ ഓർത്തഡോക്സ് സഭ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയസ് ജോസഫ് ബാവയ്ക്ക് കുവൈത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സമ്മേളനത്തിൽ കുവൈറ്റ് പാട്രിയാർക്കൽ വികാരി ഗി വർഗീസ് മോർ കുർലോസ് മെത്രോപൊലിത്ത അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാളിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ വിവിധ മതസാമുദായിക നേതാക്കൾ പങ്കെടുത്തു. NECK ചെയർമാൻ പാസ്റ്റർ ഇമാനുവൽ ബെഞ്ചമിൻ ഗരീബ്, ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സഞ്ജയ് മെലുക്ക, മെട്രോപൊളിറ്റൻ ഗട്ടാസ് അസിം, ഡോക്ടർ തോമസ് എബ്രഹാം, KG എബ്രഹാം, ഫാദർ ബിനു എബ്രഹാം, റോയ് K യോഹന്നാൻ, മുസ്തഫ കാരി, എൽദോസ് P ജോയി എന്നിവർ സംസാരിച്ചു. വിവിധ ഇടവകകളിലെ വിശ്വാസികളും മത സാമുദായിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കത്തോലിക്ക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ശ്രേഷ്ഠ ബാവയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നത്. സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും സെന്റ് മേരീസ് ജേക്കബേറ്റ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഫാദർ സ്റ്റീഫൻ സ്വാഗതവും റവറൻ സാമുവൽ CP നന്ദിയും പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിലെ ബാത്തിന സൗഹൃദവേദി സൊഹാർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് സമാപിച്ചു. സൊഹാർ ബദറൽ സമ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ രക്തദാനം നടത്തി. രാജേഷ് KV, മുരളീകൃഷ്ണ, റോയ് P വീട്ടിൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
ബഹ്റൈനിലെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹോപ്പ് പ്രതീക്ഷയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് സംഘടിപ്പിക്കും. ഒക്ടോബർ 31 സിഞ്ചിലെ അൽ-അഹ്ലി ക്ലബിൽ വെച്ച് സീസൺ 3 മത്സരങ്ങൾ നടക്കും. ബഹ്റൈനിലെ പ്രമുഖ അസോസിയേഷനുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രവാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന പ്രമേയത്തിൽ ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി റിഫ ഏരിയ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ദിശ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജാസിർ പി പ്രഭാഷണം നടത്തി. മൂസ കെ ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നജ കെ അഹമ്മദ്, റഫീഖ് എന്നിവർ സംസാരിച്ചു. മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സോഹാർ മേഖല സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കാവ്യാലാപന മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ലഹാന രാജേഷ്, തൻവി രാജേഷ് എന്നിവർ 1ാം സ്ഥാനം പങ്കിട്ടു. പാർവതി MV 2ാം സ്ഥാനവും ഷിഗ PS 3ാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗത്തിൽ ദിയ R നായർ, മാധവ് സഞ്ജീവ്, ആൽബി ബെന്നി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. മലയാള മിഷൻ ഒമാൻ ചാപ്റ്റർ പ്രവർത്തക സമിതി അംഗം സജീഷ് ജി ശങ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനോജ് കുമാർ, സുനിൽ കുമാർ, ഷാജിലാൽ, ബിജു കാക്കാപ്പോയിൽ എന്നിവർ സംസാരിച്ചു. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷബീർ ചാത്തമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊവിൻസ് പ്രസിഡന്റ് അബ്ദുൾ റഹീം തിരൂർക്കാട്, ബിജു പൂതക്കുളം എന്നിവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും ഓണക്കളികളും നടന്നു. സൗദിയിൽ MSM കോളേജ് അലൂമിനി റിയാദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും സിനിമാ സീരിയൽ നടിയുമായ രശ്മി അനിലിന് സ്വീകരണം നൽകി. ചടങ്ങിൽ ഷംനാഥ് കരുനാഗപ്പള്ളി അധ്യക്ഷനായി. ഉദ്ഘാടനം ഷിഹാബ് കൊട്ടുകാട് നിർവഹിച്ചു. റഹ്മാൻ മുനമ്പത്ത്, ജയൻ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷന്റെ 2025-26 സീസൺ ഈ മാസം 19 തുടക്കമാകും. 26 ജൂൺ വരെ നീളുന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ക്ലബ്ബുകളിലും സ്റ്റേറ്റ് ദേശീയ തലങ്ങളിലും കളിച്ചിട്ടുള്ള താരങ്ങൾ പങ്കെടുക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 3 മുതൽ 10 വരെ മത്സരങ്ങൾ നടക്കും. പഹാക്കിയിൽ സൂഖ് സഭ സ്റ്റേഡിയത്തിൽ 19 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കേരള ചലഞ്ചേഴ്സ് മാക് കുവൈറ്റിനെതിരെ കളിക്കും. കുവൈറ്റ് ഇന്റർനാഷണൽ താരങ്ങളായ ഫഹദ് ഹമൂദ് ഹാദി അൽ റഷീദിയും സലേ ഷൈഖും ചേർന്നാണ് സീസൺ ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താസമ്മേളനത്തിൽ TV സിദ്ദീഖ്, അബ്ദുൽ ലത്തീഫ്, പ്രവീൺ ഫ്രാൻസിസ്, ജോസഫ്, അബ്ദുൾ റഹ്മാൻ, MV നൌഫൽ എന്നിവർ പങ്കെടുത്തു. പ്രമുഖ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പുതിയ ആഡംബര താമസ സമുച്ചയം ദുബായിൽ നിർമ്മാണം ആരംഭിച്ചു. ദുബായ് ലിവാനിലാണ് 99 സ്മാർട്ട് ഹോം യൂണിറ്റ് ഉൾപ്പെടുന്ന ബഹുനില സമുച്ചയം ഉയരുക. കോൺഫിഡന്റ് പ്രസ്റ്റൺ എന്ന പേരിലാണ് ലിവാനിൽ പുതിയ ആഡംബര താമസ സമുച്ചയം നിർമ്മിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ, ദുബായ് മാനേജിംഗ് ഡയറക്ടർ രോഹിത് റോയ് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ പദ്ധതിക്ക് തറക്കല്ലിട്ടു. 16 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. So it will be a 16-month long project. It's 99 units and it's more luxurious and more sustainable based smart home apartments. So the project consists of 1, 2, 3 and 4 bedrooms as well. And it has over 10 amenities. So it has like the pool, gym, steam, sauna, home cinema, mini golf. It has a kids play area. It has a gaming room as well. So there's multiple amenities as well. കഴിഞ്ഞ വർഷം കോൺഫിഡന്റ് ലാൻകാസ്റ്റർ എന്ന പേരിൽ പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി യൂണിറ്റ് ഉടമകൾക്ക് താക്കോൽ കൈമാറിയിരുന്നു. 11 മാസം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കോൺഫിഡന്റ് ലാൻകാസ്റ്ററിന് ലഭിച്ച മികച്ച പ്രതികരണം കമ്പനിക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ടെന്ന് ചെയർമാൻ ഡോക്ടർ റോയ് CJ പറഞ്ഞു. ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലാണ് കോൺഫിഡൻറ്റ് ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അത് ഞങ്ങളൊരു 11 മാസം കൊണ്ട് തീർത്തതാണ് ലോഞ്ച്. അപ്പോൾ ഇതിന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഇതിൻ്റെ പേരാണ് കോൺഫിഡൻറ്റ് പ്രസ്റ്റൺ. ഇതൊരു 16 മന്ത്സ് കൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. റോഹിത്താണ് ദുബായിലത്തെ MD, പുള്ളിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞങ്ങളുടെ സ്വന്തം ലാൻഡാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സീറോ ഡെറ്റ് കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏത് പ്രോജക്റ്റ് ചെയ്താലും സ്വന്തം പ്രോപ്പർട്ടി ആവും. അപ്പോൾ ലിവാനിൽ തന്നെ ഇനി അടുത്ത പ്രോപ്പർട്ടി വരും, കോൺഫിഡൻറ്റ് അഡൂർ. അതൊരു അഡ്യൂർ, റൈറ്റ്, കോൺഫിഡൻറ്റ് അഡ്യൂർ.
അതൊരു 20 ഫ്ലോർ പ്രോജക്റ്റാണ്. ഹൗ മെനി യൂണിറ്റ്സ് ഇൻ ദാറ്റ്? 160 യൂണിറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇനിയൊരു പ്രോജക്റ്റും കൂടി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാ ലിവാൻ എന്ന് പറഞ്ഞത്, ഇത് സിറ്റിക്ക് ഭയങ്കര അടുത്തൊരു സ്ഥലമാണ്. ഫുള്ളി ഫ്രീ ഹോൾഡാണ്. എല്ലാ ഫെസിലിറ്റീസും ഡെവലപ്പ് ആയിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും, സ്കൂളാവട്ടെ, പാർക്കാവട്ടെ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ നേരെ ബാക്കിലാണ് ഫുട്ബോൾ സ്റ്റേഡിയം, ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ വാങ്ങുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് കളിക്കാനൊക്കെ പറ്റും. ടൊവിനോ നായകനായി പുറത്തിറങ്ങിയ ഐഡന്റിറ്റിക്ക് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന അനോമി, ബാംഗ്ലൂർ ഹൈ എന്നീ സിനിമകൾ ഉടൻ തിയേറ്ററുകളിലെത്തുമെന്നും ഡോക്ടർ റോയ് CJ പറഞ്ഞു. മകനും ഗ്രൂപ്പിന്റെ ദുബൈ MDയുമായ രോഹിത് റോയിയുടെ ജന്മദിനാഘോഷവും തറക്കല്ലിടൽ ചടങ്ങിനൊപ്പം നടന്നു. മീഡിയ 1 ദുബായ്. UAE-യിലെ ശൂരനാട് തെക്ക് സ്വദേശികളുടെ കൂട്ടായ്മ ഷാർജയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വടംവലിയും ഓണസദ്യയും കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. സ്വരാഞ്ജലി ടീം അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയും അരങ്ങേറി. IMI സലാലയിൽ മിലാദ് ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ വിരളമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം സൗഹൃദ സംഗമങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. സംഗമത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഐഡിയൽ ഹാളിൽ നടന്ന പരിപാടി കോൺസുൽ അർജന്റ് ഡോക്ടർ K. സനാതനൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K. ഷൗക്കത്ത് അലി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ നിഷ്താർ, ഡോക്ടർ ഹിദിയസ് മേനോൻ, K. കരുണൻ, രവീന്ദ്രൻ നെയ്യാറ്റിങ്കര എന്നിവർ ആശംസകൾ നേർന്നു. പ്രവാചകൻ മദീനയിൽ നടപ്പിൽ വരുത്തിയ നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമവും മാനേജരെല്ലാവരും ഒന്നുപോലെ എന്ന മഹാബലിയുടെ പൗരാണിക കേരളീയ സങ്കല്പവും തമ്മിൽ സമാനതകളേറെയാണെന്ന് സമാപന സന്ദേശത്തിൽ അധ്യക്ഷൻ പറഞ്ഞു. മുഹമ്മദ് നബിയാണെങ്കിലും ശ്രീരാമനാണെങ്കിലും ശ്രീബുദ്ധനാണെങ്കിലും ഇവരുടെയൊക്കെ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമിച്ചിരിക്കാനാണ്, അന്യോന്യം സ്നേഹിക്കുവാനാണ്, സ്വന്തത്തെക്കാളേറെ മറ്റുള്ളവരെ പരിഗണിക്കാനാണ്. ഈ ഒരു സംസ്കാരം, ഈ ഒരു പൈതൃകം ഓരോ കേരളീയന്റെയും അഭിമാനമാണ്. വഫ സാദിഖ് പ്രാർത്ഥനാഗാനം ആലപിച്ചു. G. സലീം സെഡ്, ഫസ്ന അനസ്, V. അയ്യൂബ്, KJ സമീർ, സജീബ് ജലാൽ, മൻസൂർ വളം, മദീഹ ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. മസ്കറ്റിലെ നായർ ഫാമിലി യൂണിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ്, നിർമ്മാതാവ് M. രഞ്ജിത്ത്, ചിപ്പി രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നായർ ഫാമിലി യൂണിറ്റി പ്രസിഡന്റ് സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ച പൊതുപരിപാടിയിൽ വിശിഷ്ടാതിഥികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഷാർജയിലെ സ്വാതന്ത്ര്യം കൂട്ടായ്മ അജ്മാനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുൻ MLA അഡ്വക്കേറ്റ് M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം ഷാർജ പ്രസിഡന്റ് P. K. റജി അധ്യക്ഷത വഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീപ്രകാശ്, ഷാജി ജോൺ, മാത്യു വർഗീസ് എന്നിവർ സംസാരിച്ചു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഗൾഫ് രാജ്യങ്ങളായ UAE ഒമാനും ഏറ്റുമുട്ടിയപ്പോൾ UAEക്ക് വിജയം. ഒമാനെ 42 റൺസിന് പരാജയപ്പെടുത്തി. 38 പന്തിൽ നിന്ന് 51 റൺസ് എടുത്ത UAEയുടെ മലയാളി താരം അലിഷാൻ ഷറഫുവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ടോസ് നേടിയ ഒമാൻ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ UAE 172 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ 130 റൺസ് എടുക്കുന്നതിനിടെ ഒമാന്റെ എല്ലാവരും പുറത്തായി. സ്റ്റാർ പൂർണ്ണമാകുന്നു. നമസ്കാരം.